ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നും സെക്കൻഡ് ടൈം എക്സാമിന് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ലാഡർ ഈസ് ലീൻഡ് അഗെയിൻസ്റ്റ് എ വാൾ. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 50 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 meters away ഫ്രം ദ വാൾ. ദ അതർ എൻഡ് ഓഫ് ദ ലാഡർ ടച്ചസ് ദ ടോപ്പ് ഓഫ് ദ വാൾ. ഡ്രോ എ റഫ് ഫിഗർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ലാഡർ എന്ത് ചെയ്യുന്നു, ഒരു ചുമരിൽ ചാരി വെച്ചിരിക്കുന്നു. നമുക്ക് ആദ്യം അതിൻ്റെ റഫ് ഫിഗർ വരയ്ക്കാം. ഇത് ചുമര വാളാണെന്ന് കരുതുക. അതിലേക്ക് എന്ത് ചാരി വെച്ചിരിക്കുന്നു, ഒരു ലാഡർ ചാരി വെച്ചിരിക്കുന്നു. അതെ, ഇനി ഈ തറയും ലാഡറും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. അതുപോലെ തറയും ഈ ചുമരും തമ്മിലുള്ള അകലം 4 മീറ്ററാണ്. ഇത് 4 മീറ്ററാണ്. അതുപോലെ ഏണിയും ഈ തറയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ, ഫിഗർ ആയിക്കഴിഞ്ഞു. നമുക്കൊന്ന് പേര് കൊടുക്കാം, എ ബി സി. നമുക്കിവിടെ ആദ്യത്തെ നമ്മുടെ റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ ആണ്. ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് അറിയാവുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 50 ഡിഗ്രിയുടെ അഡ്ജൻറ്റ് സൈഡ് ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് അറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ്? ടാൻ അല്ലേ. അപ്പോൾ നമുക്ക് ടാൻ 50 കാണാം. ടാൻ 50 ഈക്വൽസ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി. അഡ്ജസൻറ്റ് സൈഡ് എ ബി. ഓക്കെ, അപ്പോൾ ബി സി ഇവിടെ നമ്മൾ എച്ച് എന്നാണ് എടുത്തിരിക്കുന്നത്. എ ബിയുടെ വാല്യൂ 4 ആണ്. ടാൻ 50യുടെ വാല്യൂ ഇവിടെ നോക്കിയാൽ എത്രയാണ്? 1.19. therefore h ഈക്വൽസ് 4 ഇൻറ്റു, ഇവിടെ 4 ഡിവൈഡ് ചെയ്തിരിക്കുകയില്ലേ, അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 4 ഇൻറ്റു 1.19. പോയിൻ്റ് ഇല്ലാതെ നോക്കുകയാണെങ്കിൽ 119 ആണ്. ഇൻറ്റു 4, 119 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 476 എന്ന് കിട്ടും. 476. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണുള്ളത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 2 പ്ലേസ് മുന്നിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ 4.76 മീറ്ററാണ് വാളിൻ്റെ ഹൈറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ സി ഈക്വൽസ് 8 സെൻറ്റിമീറ്റർ, ആംഗിൾ ബി ഈക്വൽസ് 50 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽസ് 80 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? അപ്പോൾ ആംഗിൾ എയുടെ മെഷർ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ആംഗിൾ എ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 18, 15 കൂടി ആഡ് ചെയ്തതിന് ശേഷം 180 നിന്ന് മൈനസ് ചെയ്യുക. 18, 50 ആഡ് ചെയ്യുമ്പോൾ 130 എന്ന് കിട്ടും. 180 നിന്ന് 130 മൈനസ് ചെയ്താൽ 50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആംഗിൾ എയുടെ വാല്യൂ എന്താണെന്ന് കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബി സി കാണുക. ബി സിയുടെ ലെങ്ത് കാണുക. ട്രയാങ്കിളിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാം രണ്ട് ആംഗിൾ സെയിം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ രണ്ട് സൈഡ്സും സെയിം ആയിരിക്കും. ഈ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഈ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര തന്നെ ആയിരിക്കും? 8 തന്നെ. ദാറ്റ് ഈസ് ബി സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ കണക്കാക്കുക. ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എയിൽ നിന്ന് താഴേക്ക് ഹൈറ്റ് അടയാളപ്പെടുത്താം. ഇതാണ് ഹൈറ്റ്. അതായത് ഇവിടെ നമുക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം, ഡി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ഇത് സി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി ഡി ആണ് എച്ച് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കിയാൽ അറിയാം 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് എ ഡി ഉള്ളത്. 80 ഡിഗ്രിയുടെ നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എ ഡി ദാറ്റ് ഈസ് എച്ചും ഹൈപ്പോട്ടന്യൂസ് 8ഉം. അപ്പോൾ ഓപ്പോസിറ്റ് നമുക്കറിയാവുന്നത് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ ഏത് റേഷ്യോ ആണ്? സൈൻ അല്ലേ. അപ്പോൾ സൈൻ 80 ഡിഗ്രി. സൈൻ 80 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എ ഡി ഡിവൈഡഡ് ബൈ എ സി ആണ്. എ ഡി ഡിവൈഡ് ബൈ എ സി. എ ഡി എത്രയാണ്? എച്ച്. എ സിയുടെ വാല്യൂ 8. സൈൻ 80യുടെ വാല്യൂ 0.98. ദെർഫോർ എച്ച് ഈക്വൽസ് എത്രയാണ്? 8 ഇൻറ്റു 0.98. 98നെ 8 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് 784 എന്ന് കിട്ടും. അപ്പോൾ അതിൽ 2 പ്ലേസ് മാറ്റി കൊടുക്കുമ്പോൾ എന്താണ്? 7.84. അതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, 7.84 സെൻറ്റിമീറ്റർ. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് അല്ലേ. ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഏരിയ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് എത്രയാണ്? 8 ആണ് ബേസ്. ഹൈറ്റ് 7.84. അപ്പോൾ 8ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 4 എന്ന് കിട്ടുന്നു. 4നെ നമ്മൾ 784 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3136 എന്ന് കിട്ടും. 2 പ്ലേസ് മാറ്റി കൊടുക്കുമ്പോൾ 31.36 അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. തേർഡ് ക്വസ്റ്റ്യൻ, എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ on the other edge at an elevation of 60 degree. Stepping 10 meters back, he sees it at an elevation of 30 degree. അതായത് ഒരു കുട്ടി ഒരു പുഴയുടെ മറുവശത്ത് നിന്നുകൊണ്ട് ഒരു മരത്തിനെ കാണുകയാണ്. 60 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. 10 മീറ്റർ അവൻ പുറകോട്ട് നടന്നാൽ 30 ഡിഗ്രി എലിവേഷൻ ആ മരം അവന് കാണാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു റഫ് ഫിഗറാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ട്രീ വരയ്ക്കാം.
ഇത് ട്രീ ആണെന്ന് വിചാരിക്കുക. ഈ ട്രീ നിൽക്കുന്നത് എവിടെയാണ്? അല്ല, ട്രീ കുട്ടി കാണുന്നത് എവിടെ നിന്നാണ്? പുഴയുടെ മറുവശത്തും അല്ലേ? അപ്പോൾ ഇത് പുഴയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് കുട്ടി ട്രീയുടെ മുകൾ ഭാഗം കാണുന്നത്. മുകൾ ഭാഗം കാണുന്നത് എത്ര ഡിഗ്രിയിലാണ്? 60 ഡിഗ്രിയിലാണ്. 60 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രി അല്ലേ? ഇനി കുട്ടി 10 മീറ്റർ പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ മരത്തിൻ്റെ മുകൾ ഭാഗം കാണുന്നത്. അപ്പോൾ ഇവിടെ 10 മീറ്ററാണ്. ഇവിടെ നിന്നുകൊണ്ടാണ്, ഈ പോയിന്റ് നിന്നുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? മരത്തിൻ്റെ മുകൾ ഭാഗം കാണുന്നത്. അപ്പോൾ മുകൾ ഭാഗം കാണുന്ന എത്ര ഡിഗ്രിയിലാണ്? 30 ഡിഗ്രിയിലാണ്. ഇതാണ് ഫിഗർ. അപ്പോൾ ഇതാണ് ട്രീ. നമുക്ക് പേരൊന്ന് കൊടുത്തു നോക്കാം. ABCD ഇങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഡ്രോ ഫിഗർ വരയ്ക്കുക. അടുത്ത ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. റിവറിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുക. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് BC ആണ് കാണേണ്ടത്. BC കാണുന്നതിന് മുൻപായി നമുക്ക് ഇതിലെ ആംഗിൾസ് എല്ലാം ഒന്ന് കണ്ടുപിടിക്കാം. ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രി അല്ലേ? ഇവിടെ 90 ഡിഗ്രിയാണ്. ഇത് 60. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 30 ഡിഗ്രി അല്ലേ? ഇനി ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ എത്രയാണ്? ലീനിയർ പെയർ അല്ലേ? അപ്പോൾ സം 180 ആയതുകൊണ്ട് ഇവിടെ 120 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. രണ്ട് ട്രയാങ്കിൾസിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. ഇനി ട്രയാങ്കിൾ ABD നോക്കിയേ, രണ്ട് ആംഗിൾസ് സെയിം അല്ലേ? രണ്ട് ആംഗിൾസ് സെയിം ആണെങ്കിൽ ഇവിടെ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഇപ്പോൾ 30 ഡിഗ്രിക്ക്, ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് 10 ആണെങ്കിൽ ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ത് തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. അതായത് BDയുടെ ലെങ്ത് നമുക്ക് എന്തെന്നാണ് കിട്ടുന്നത്? 10 എന്ന് കിട്ടും. BD 10 മീറ്റർ ആണ്. ഇനി ട്രയാങ്കിൾ BCD നോക്കുക. ട്രയാങ്കിൾ BCDയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവയ്ക്ക് ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:√3:2. നമുക്ക് അറിയാവുന്ന സൈഡ് ഏതാണ്? BD ആണ് അറിയാവുന്ന സൈഡ്. അതായത് 10 ആണ്. BD 10 മീറ്റർ ആണ്. എങ്കിൽ നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ടതാണ് ട്രീ വിഡ്ത്ത് ആണ്. അതായത് BC ആണ്. വിഡ്ത്ത് ഓഫ് ദ റിവർ BC ആണ് കാണേണ്ടത്. BC ആണ് കാണേണ്ടത്. BC എന്ന് പറയുന്നത് ഏതിന് ഓപ്പോസിറ്റാണ് വരുന്നത്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് BC വരുന്നത്. അപ്പോൾ BC കണ്ടുപിടിക്കാൻ BD എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ ഈ 10നെ ഈ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 10 ഡിവൈഡഡ് ബൈ 2. ദെൻ ഏതാണ് നമുക്ക് കണ്ടെടുത്ത്? BC അല്ലേ? BCയുടെ BC ഏതിൻ്റെ റേഷ്യോയ്ക്ക് ഓപ്പോസിറ്റാണ്? 30ക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ 30യുടെ റേഷ്യോ ഏതാ വരുന്നത്? 1. അപ്പോൾ 10/2നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 10/2 എത്രയാണ്? 5. 5 × 1 5. അപ്പോൾ BCയുടെ വാല്യൂ എത്രയാണ്? 5 മീറ്റർ. അതായത് വിഡ്ത്ത് ഓഫ് ദ റിവർ നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ട C പാർട്ട് ക്വസ്റ്റ്യൻ, ഹൈറ്റ് ഓഫ് ദി ട്രീ. ഹൈറ്റ് ഓഫ് ദി ട്രീ ഇതിവിടെ എന്താണ്? CD ആണ്. CD 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് വരുന്നത്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ √3 ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന വശമായ 10നെ 10 എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ 2 വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം 10/2നെ 60ക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ 60യുടെ ഓപ്പോസിറ്റുള്ള റേഷ്യോ എന്താണ്? √3 ആണ്. അപ്പോൾ 5√3. ഇത് ഇവിടുത്തെ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5√3.